ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. പൗലിസ്റ്റ A1-ലെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ സാന്റോസ് നാളെ ഇറങ്ങുന്നുണ്ട്. നാളെ അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 നടക്കുന്ന മത്സരത്തിൽ നോവോ ഹൊറിസോണ്ടിനോ എന്ന ടീമാണ് സാന്റോസിന്റെ എതിരാളികളായിക്കൊണ്ട് വരുന്നത്. ഈ മത്സരത്തിൽ നെയ്മർ ജൂനിയർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. സാന്റോസുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ അക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് മെഡിക്കൽ ക്ലിയറൻസ് നെയ്മർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനർത്ഥം നാളത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന് സ്റ്റാർട്ട് ചെയ്യാനുള്ള അനുമതി ലഭിച്ചു എന്നുള്ളതാണ്. സാന്റോസിന്റെ പരിശീലകനായ വോയ്വോദ നെയ്മറെ സ്റ്റാർട്ടിംഗ് 11-ൽ ഉൾപ്പെടുത്തും എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ മറ്റു പല പൊസിഷനുകളിലും ഇപ്പോൾ ഈ പരിശീലകന് സംശയങ്ങൾ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും സാന്റോസിന്റെ പോസിബിൾ ലൈനപ്പ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ഗബ്രിയേൽ ബ്രസാവോ ആയിരിക്കും. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇഗോർ വിനീഷ്യസ്, അഡോണിസ് ഫ്രയാസ്, ലുവാൻ പെരസ്, എസ്കോബാർ എന്നിവരായിരിക്കും വരിക. ഒരുപക്ഷെ അഡോണിസ് ഫ്രയാസിന്റെ സ്ഥാനത്ത് ജെ ഇവാൾഡോ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എസ്കോബാറിന്റെ സ്ഥാനത്ത് വിനി ലിറ വരാനും സാധ്യതയുണ്ട്. ഇനി മധ്യനിരയിൽ 2 താരങ്ങൾ ഉണ്ടാകും. വില്യൻ അരാവോ, ഗബ്രിയേൽ ബോണ്ടംബോ എന്നിവരായിരിക്കും അതിൽ. ഒരുപക്ഷെ ഗബ്രിയേൽ ബോണ്ടംബോയുടെ പകരമായിക്കൊണ്ട് ഗബ്രിയേൽ മെനീനോ വരാനുള്ള ഒരു സാധ്യതയും അവിടെയുണ്ട്. ഇനി മുന്നേറ്റ നിരയിൽ ബാരിയൽ, നെയ്മർ ജൂനിയർ, റോണി എന്നിവർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സെൻട്രൽ ഫോർവേഡ് ആയിക്കൊണ്ട് ഗബ്രിയേൽ ബാർബോസയും ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് സാന്റോസിന്റെ ഒരു സാധ്യത ലൈനപ്പ് ആയിക്കൊണ്ട് വരുന്നത്. നെയ്മർ ജൂനിയർ, ബാർബോസ, റോണി എന്നിവരൊക്കെ മുന്നേറ്റ നിരയിൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ഏറ്റവും നല്ല രൂപത്തിലുള്ള ഒരു 11 തന്നെയായിരിക്കും വോയ്വോദ ഇറക്കുക. കാരണം നാളത്തെ മത്സരത്തിൽ അവർക്ക് വിജയം അനിവാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.